ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ദീദി ലാപ്ടോപ്പിൽ ജോലികൾ ചെയ്തുകൊണ്ട് ഹോളിലിരിക്കുമ്പോൾ അവിടേക്ക് വന്നിരുന്ന പത്രം വായിക്കുകയാണ് സുധീഷ്. ദീദി ചോദിക്കുന്നു, സുധീഷ് ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? അപ്പൊ സുധീഷ് പറയണ, ഇന്നലെയല്ലേ കല്യാണം കഴിഞ്ഞത്, അതുകൊണ്ട് തോമസ് ഏട്ടൻ ഇന്ന് ലീവ് എടുത്തോളാൻ പറഞ്ഞു. ദീദി ചോദിക്കുന്നു, തോമസ് ഏട്ടനായിട്ട് ലീവ് തന്നതാണോ അതോ സുധീഷ് ചോദിച്ച് ലീവ് വാങ്ങിയതാണോ? അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയും പറയാം, നീ എന്ത് ചെയ്യുക? അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടൻ എനിക്കൊരു പ്രോജക്റ്റ് മേടിച്ചു തന്നില്ലേ, അതിന്റെ പ്രസന്റേഷൻ ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ സുധീഷ് പറയണ, ഇന്നലെ അല്ലേ കല്യാണം കഴിഞ്ഞത്, ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് ജോലി ചെയ്യുന്നല്ലേ നല്ലേ? പുഞ്ചിരിച്ച നിധി പറയണ, ബ്രേക്ക് എടുക്കാൻ സുധീഷിനെ പോലെ എനിക്ക് റീസൺ അന്വേഷിക്കാൻ പറ്റില്ല, ജോലി തീർക്കണം, ഇല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ സുധീഷ് പറയണ, എങ്കിൽ വിട്ടേര്, ഒരാൾ ഇങ്ങനെയും മറ്റൊരാൾ വേറൊരു സ്വഭാവക്കാരനും ആണെങ്കിലേ ലൈഫ് അടിപൊളിയാകും. നിധി സീരിയസ് ടൈപ്പാണ്, ഞാൻ ജോളി ടൈപ്പും, നല്ല കോമ്പിനേഷൻ അല്ലേ? ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് നിധി. സുധീഷ് ചിരിച്ചുകൊണ്ട് നിധിയെ നോക്കുന്നു. തുടർന്ന് സുഭാഷ് കട്ട് ചെയ്ത ഫ്രൂട്ട്സുമായി നിധിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, മോളെ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുക. ശരി സുഭാഷ് ഏട്ടാ. നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കണം, മോളെ വീട്ടിലേക്ക് പോയിട്ട് അച്ഛനും അമ്മയും മോളെ വിളിച്ചില്ലേ? അപ്പൊ നിധി പറയുന്നു, വീട്ടിൽ ചെന്ന് മെസ്സേജ് അയച്ചു, കോള് ചെയ്തില്ല. അപ്പൊ സുഭാഷ് പറയണ, ശരി, അവര് വിളിച്ചില്ലെങ്കിലും മോൾ ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ച് സംസാരിക്കണം. അച്ഛനും അമ്മയും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ മോളും സംസാരിക്കാതിരിക്കരുത്, മോൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കണം, മനസ്സിലായോ? അപ്പൊ നിധി പറയണ, മനസ്സിലായി സുഭാഷ് ഏട്ടാ. ഹരീഷിനെ അരികിലേക്ക് വിളിച്ച് സുധീഷ് പറയുന്നു, എടാ ഹരീഷ്, ഇവിടെ അടുത്തൊരു മെഡിക്കൽ ഷോപ്പ് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് പത്രത്തിലുണ്ടല്ലോ, നന്നായിട്ട് പോകുന്ന മെഡിക്കൽ ഷോപ്പാ. നീതുവിന് മെഡിക്കൽ ഷോപ്പ് തുടങ്ങണമെന്ന് പറഞ്ഞില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഇത് നീതുവിനോട് പറ, ഈ അഡ്വർടൈസ്മെന്റ് നീതുവിനെ കാണിക്കുകയും ചെയ്യും. കടയൊക്കെ എങ്ങനെ ആവളെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, എങ്ങനെയെന്ന് ചോദിച്ചാൽ എടുത്ത് നടത്തണം, അതല്ലേ അവള് പഠിച്ചിരിക്കുന്നേ, ശരിയാകുന്നോന്ന് നോക്ക്, ഇല്ലെങ്കിൽ വിട്ടേര്. ശരിതാന്ന് പറഞ്ഞ് പത്രം വാങ്ങിച്ചു നോക്കുകയാണ് ഹരീഷ്. ഞാൻ അവളോട് പറയാമെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയണ, നീ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, അവൾക്കൊന്നും ബിസിനസ് പറ്റില്ല, അതിനുള്ള കഴിവുമില്ല. നിധി വീട്ടുകാര്യത്തില് ഇവൻ സീരിയസും നീതു കോമഡിയുമാ. ഇത് കേട്ട് നിധി ചോദിക്കണ, ഇപ്പൊ നമ്മൾ എന്തിനാ അവരെ പറ്റി കമന്റ് ചെയ്യുന്നേ? നീതുവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പ് നടത്തട്ടെ, കാര്യം പറഞ്ഞില്ലേ, ഇനി ഹരീഷ് നോക്കിക്കോളും, സാറിപ്പം ചുമ്മാതിരിക്കുകയല്ലേ? അപ്പൊ സുധീഷ് പറയണ, സാറിപ്പം ബിസി ആയിട്ട് പേപ്പർ വായിക്കുകയാണ്. നിധി ചോദിക്കുന്നു, കളക്ടർക്ക് ഇന്ന് എന്തെങ്കിലും ജോലി ഉണ്ടോ? അപ്പൊ സുധീഷ് പറയണ, ജോലി എന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിച്ചു, അതുകൊണ്ട് കുറച്ച് ടയേർഡാണ്, റൂമിലേക്ക് പോയി AC ഒക്കെ ഇട്ട് ഒരു ചെറിയ ഉറക്കം ഉറങ്ങാന്ന് വിചാരിക്കുന്നു. നിധിക്ക് ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? അപ്പൊ നിധി പറയാണ്, ഉറങ്ങുന്നതൊക്കെ പിന്നെ ഉറങ്ങാം, എന്നെ ഓഫീസിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്. എന്തിനാ ഓഫീസിൽ പോകുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, സുധീഷിനെ പോലെ എനിക്ക് ചുമ്മാ ലീവ് എടുക്കാൻ പറ്റില്ല, ഒരുപാട് ജോലിയുണ്ട്, ദിവ്യ വരാന്നും പറഞ്ഞിട്ടുണ്ട്, ബിസിനസിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? അപ്പൊ സുധീഷ് പറയണ, ഇതെന്ത് ചോദ്യ, ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ പോരെ, ഞാനല്ലാതെ വേറെ ആരാ നിധിയെ ഡ്രോപ്പ് ചെയ്യുക, നിധിയല്ലേ എന്റെ എല്ലാം. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ നികേഷ് പറയണ, പാവ ഏട്ടത്തി, അതെന്താടാ അവള് പാവാണെന്ന് പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, നേരത്തെയൊക്കെ സുധീഷ് ഏട്ടനെ കണ്ട ഭാവം പോലും കാണിക്കത്തില്ലായിരുന്നു ഏട്ടത്തി, അങ്ങനെയുള്ള സുധീഷ് ഏട്ടനെ ഏട്ടത്തി കല്യാണം കഴിച്ചില്ലേ, ഇനിയും ജീവിതകാലം മുഴുവൻ സുധീഷ് ഏട്ടന്റെ കോമഡികൾ കേൾക്കണ്ടേ, അതുകൊണ്ടാ പറഞ്ഞത്, പാവ ഏട്ടത്തി. കറക്റ്റാ നികേഷ് നീ പറഞ്ഞതെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, എടാ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് വാ സുധീഷ് എന്ന് പറഞ്ഞ സുധീഷിനെയും കൂട്ടി നിധി അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് പറയുന്നു, സൂക്ഷിച്ചു പോണേ, പോയിട്ട് വരാം, ബൈ ഹരീഷ്, ബൈ നികേഷ് എന്ന് പറഞ്ഞ് നിധി സന്തോഷത്തോടുകൂടി സുധീഷിന്റെ ഒപ്പം പോവുകയാണ്. നിധിയും സുധീഷും സന്തോഷത്തോടുകൂടി സംസാരിച്ച് കാറിൽ കയറി പോകുന്നത് കണ്ട് സുഭാഷ് പറയുന്നു, ഇപ്പഴാ നമ്മുടെ വീടൊരു വീടായത്. അപ്പൊ ഹരീഷ് പറയണ, എന്ത് രാവിലെ ഏട്ടതി ഇവിടെ എല്ലാവരെയും പേടിപ്പിക്കുകയല്ലായിരുന്നു, എന്തൊരു ദേഷ്യമായിരുന്നു, എനിക്കിപ്പം ഏട്ടതിയെ കാണുന്നതേ പേടിയാ, ടീച്ചറിനെ പോലെ എല്ലാത്തിനും വഴക്ക് പറയും. അപ്പൊ സുഭാഷ് പറയുകയാണ്, വീടാകുമ്പോൾ അങ്ങനെയാടാ, ആ കുട്ടിയെ അതൊക്കെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമോ? നിധിയുടെ സ്ഥാനത്ത് നമ്മുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ പറഞ്ഞേനെ. നിധി ഈ വീട്ടിലുള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാവരും മര്യാദയ്ക്ക് ജീവിക്കുന്നു, നമ്മുടെ വീടും അങ്ങനെ ഒരു വീടായി മാറി. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി സുഭാഷ് ഏട്ടനെ ഒന്നും പറഞ്ഞില്ലല്ലോ, അതാ ഇങ്ങനെ പറയുന്നേ. ഹരീഷ് പറയുന്നു, എടാ നീ പറഞ്ഞത് ശരിയാ, ഏട്ടത്തിയുടെ കയ്യിൽ നിന്നും 2 ഡോസ് സുഭാഷ് ഏട്ടനോട് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങള് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേനെ. അപ്പൊ സുഭാഷ് പറയണ, വഴക്ക് പറയുന്ന രീതിയിലൊന്നും ഞാൻ പെരുമാറില്ല, നിധി പറയുന്നത് കേട്ട് അനുസരണയോടുകൂടി ജീവിച്ചാൽ നിങ്ങളെയും നിധി വഴക്ക് പറയില്ല. എനിക്ക് ഒരുപാട് സന്തോഷമായി ഹരീഷ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ അവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു, സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങി. ഇതെല്ലാം നടക്കണമെന്ന് ഞാൻ എത്ര നാളായിട്ട് പ്രാർത്ഥിക്കുന്നതാണെന്നറിയോ, 1 വർഷത്തിന് ശേഷമാണ് എന്റെ പ്രാർത്ഥന കേട്ടത് ദൈവം. അപ്പൊ ഹരീഷ് പറയണ, അതൊക്കെ നല്ലതാ, പക്ഷെ ഏട്ടത്തി ഇങ്ങനെ ദേഷ്യപ്പെടാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സുഭാഷ് ദേഷ്യത്തോടുകൂടി ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് പറയണ, നീ ദേഷ്യപ്പെട്ട് നോക്കണ്ട, ഞാൻ കടയിൽ പോയിട്ട് വരാം. അപ്പൊ സുഭാഷ് പറയുന്നു, എടാ ആ മെഡിക്കൽ ഷോപ്പിന്റെ കാര്യം നീതുവിനോട് സംസാരിക്ക്, നീതുവിന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ സഹായിക്കണം, മനസ്സിലായോ? ശരി സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിധിയെയും കൂട്ടി ഓഫീസിലേക്ക് വരികയാണ് സുധീഷ്. കാറിൽ നിന്ന് പറഞ്ഞ നിധിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സുധീഷ്. നിധി ചോദിക്കുന്നു, സുധീഷിന് വേറെ ജോലി ഒന്നുമില്ലേ? പിന്നെ എന്തുണ്ടെന്ന് ചോദിച്ചു
ചോദിച്ച് സംസാരിച്ചോണ്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ സുധീഷ് പറയണേ, എന്ത് ജോലിയാ നിധി? നിധിക്ക് ഒരു ജ്യൂസും കൂടി വേണം, ഞാൻ ഓടിപ്പോയി ഒരു ജ്യൂസ് മേടിച്ചോണ്ട് വരാം. അപ്പൊ നിധി പറയണ, അതൊന്നും വേണ്ട സുധീഷ്, സുധീഷ് പോയി ജോലി ചെയ്യാൻ നോക്ക്. പുഞ്ചിരിച്ച സുധീഷ് പറയുന്നു, അത് എന്താന്ന് അറിയത്തില്ല നിധി, നിധിയെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാലോ? എല്ലാവരും ഇപ്പം ജോലിക്ക് പോയി കാണും, നികേഷ് കോളേജിലും പോയി കാണും, ഇപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ കാണൂ. എന്താ സുധീഷ് ഇതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഇന്നലെ അല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ്, നീ അടുത്ത ദിവസം തന്നെ ബാഗ് എടുത്തുകൊണ്ട് ഓഫീസിലേക്ക് വന്നു, ഞാൻ പാവല്ലേ? അപ്പൊ നിധി പറയണ, നമ്മുടെ കല്യാണം 1 വർഷം മുമ്പേ കഴിഞ്ഞതാണ്, ഇത് വെറും ഇൻഫർമേഷൻ കല്യാണമാണ്, അത്രേ ഉള്ളൂ. അപ്പൊ സുധീഷ് പറയണ, അതെ അതെ, പറയുന്ന കേട്ടതൊന്നും താലി കിട്ടിയ ഉടനെ എന്നെ ഭർത്താവായി കണ്ടു തുടങ്ങിയതാണെന്ന്. പേരിന് കല്യാണം കഴിച്ചിട്ട് ഫ്രണ്ട്സിനെ പോലെയല്ലേ നമ്മൾ ജീവിച്ചേ, ഇപ്പോഴല്ലേ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങി. വാ നിധി, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പൊ നിധി പറയുന്നു, അതൊന്നും വേണ്ട സുധീഷ്. സുധീഷ് പിണക്കത്തോടു കൂടി ജ്യൂസ് കുടിക്കുമ്പോൾ സുധീഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിധി ചോദിക്കണേ, ഞാൻ വേണമെങ്കിൽ ഉച്ചയ്ക്ക് നേരത്തെ വീട്ടിലേക്ക് വരാം. ആകാംക്ഷയോടുകൂടി സുധീഷ് ചോദിക്കുന്നു, വരുമോ? ഉറപ്പാണല്ലോ. ഇത് കേട്ട് നിധി ചിരിക്കുകയാണ്. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് രാജീവ്. ഫോണിൽ നോക്കി നിധി പറയുന്നു, അച്ഛനാണല്ലോ വിളിക്കുന്നത്, പിന്നെ സംസാരിച്ചാ പോരെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, എന്താന്ന് ചോദിക്കാൻ സുധീഷ്, ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിധി ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ രാജീവ് ചോദിക്കുന്നു, മോക്ക് സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്ന ചാന്ന് നിധി പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നു, വീട്ടിലാണോ? അപ്പൊ നിധി പറയണ, അല്ല ചാ, ഓഫീസിനടുത്ത് നിൽക്കുക. രാജീവ് ചോദിക്കുന്നു, ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഉടനെ ഓഫീസിലേക്ക് പോയോ? ജോലിയുണ്ട് അച്ഛാന്ന് നിധി പറയുമ്പോൾ രാജീവ് പറയണ, നീ ഇങ്ങനെ കഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ. അപ്പൊ നിധി പറയുന്നു, അച്ഛാ, ഓഫീസിലേക്ക് പോകാൻ സമയമായി, ഓഫീസ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? അപ്പൊ രാജീവ് പറയണ, മോളെ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചേ. എന്താ അച്ഛാന്ന് നിധി ചോദിക്കുമ്പോൾ രാജീവ് പറയണ, നിങ്ങളുടെ കല്യാണം വളരെ സിമ്പിൾ ആയിട്ടാണ് നടന്നത്, ഇവിടെ തക്കരയിൽ ഒരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യാമെന്നാ ഞാൻ വിചാരിക്കുക. ഏത് കേട്ട് നിധി ചോദിക്കുന്നു, അതൊക്കെ എന്തിനാച്ചാ? അപ്പൊ രാജീവ് പറയണ, ഇവിടെയുള്ള എല്ലാവരും നീ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു എന്നാ പറയുന്നേ, ഇപ്പം ഞങ്ങൾ തന്നെ നിങ്ങളെ അംഗീകരിച്ച് കല്യാണം നടത്തി തന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവരങ്ങനെയൊന്നും പറയില്ലല്ലോ. അപ്പൊ നിധി പറയണ, അച്ഛാ, നാട്ടുകാർ അറിഞ്ഞാലെന്താ, അറിഞ്ഞില്ലെങ്കിൽ എന്താ? അപ്പൊ രാജീവ് പറയണ, അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല മോളെ, നാളെ നീ തക്കലയിലേക്ക് വരേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നാട്ടുകാര് നിന്റെ മുഖത്ത് നോക്കി ഇത് ചോദിക്കില്ലേ? അപ്പൊ നിനക്ക് വിഷമാവില്ലേ? അതുകൊണ്ടാ പറയുന്നത്. അപ്പൊ നിധി പറയണ, എനിക്ക് ഒരു പ്രശ്നമില്ല, അവർ ഒരു തവണ ചോദിക്കും, അല്ലെങ്കിൽ 2 തവണ ചോദിക്കും, പിന്നെ അവരെല്ലാവരും മറക്കും, അതിനുവേണ്ടി റിസപ്ഷൻ ഒന്നും വേണ്ട അച്ഛാ. ഇത് കിട്ടി സുധീഷ് നിധിയെ നോക്കുമ്പോൾ നിധി വേണ്ട എന്ന് കണ്ണു കാണിക്കുകയാണ്. അപ്പൊ രാജീവ് ചോദിക്കുന്നു, എന്താ മോളെ ഇത്? ഞാനിത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരു റിസപ്ഷൻ വെക്കാൻ മോളെ. അപ്പൊ നിധി പറയണ, അച്ഛാ, വേണ്ട അച്ഛാ, ഒരിക്കൽ കല്യാണം കഴിച്ച് ഞാൻ വീണ്ടും കല്യാണം കഴിച്ചപ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു, ഇനി ഒരു റിസപ്ഷനും കൂടി വേണ്ട. ഇത് കേട്ട് രാജീവ് പറയുന്നു, അങ്ങനെയാണോ മോള് പറയുന്നത്? ശരി മോളെ, ഞാൻ പിന്നെ വിളിക്കാം, ഇതിനെ കുറിച്ചൊന്ന് ആലോചിക്കണം. ശരി എന്ന് പറയാൻ നിധി ഫോൺ കട്ട് ചെയ്യുമ്പോൾ രാജീവ് ടെൻഷനോട് കൂടി ആലോചിച്ചിരിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, അച്ഛൻ റിസപ്ഷൻ നടത്തണമെന്നാണോ പറയുന്നത്? അപ്പൊ നിധി പറയണ, അതെ സുധീഷ്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, എന്തിനാ അങ്ങനെ പറഞ്ഞു നിധി? റിസപ്ഷൻ വെച്ചാൽ നല്ലതല്ലേ? ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് രാജീവ്. നിന്റെ അച്ഛൻ എന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ സുധീഷ് എന്ന് വിളിച്ച് മിണ്ടാ നിൽക്കുകയാണ് നിധി. സുധീഷ് പതിയെ എന്താന്ന് ചോദിക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, സുധീഷ് കേൾക്കുന്നുണ്ടോ? അപ്പൊ സുധീഷ് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു, അവിടെ എല്ലാവർക്കും സുഖമാണോ? അപ്പൊ രാജീവ് പറയുന്നു, ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുകയല്ലേ? അപ്പൊ സുധീഷ് പറയുന്നു, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, ഇത് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്, ഞാനിപ്പം നിധിയോട് സംസാരിച്ചിട്ട് ഫോൺ വെച്ചതേ ഉള്ളൂ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തക്കലയിൽ ഒരു റിസപ്ഷൻ നടത്താമെന്ന് വിചാരിച്ചു, പക്ഷെ നിധിക്ക് എന്തോ ഒരു മടി പോലെ. സുധീഷ് തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്, നാട്ടുകാരോടും ബന്ധുക്കളോടും മകളുടെ കല്യാണം കഴിഞ്ഞു, ഞങ്ങള് മകളെയും ഭർത്താവിനെയും അംഗീകരിച്ചു എന്ന് അറിയിക്കണ്ടേ? എനിക്കുള്ളത് 2 മക്കളാണ്, നാടടക്കം വിളിച്ച് ഗ്രാൻഡ് ആയിട്ട് കല്യാണം നടത്തി സൂപ്പർ ഒരു റിസപ്ഷൻ നടത്തണമെന്ന് എനിക്കും ആഗ്രഹമില്ല സുധീഷ്. സുധീഷ് തന്നെ ഒന്ന് പറ. ഇത് കേട്ട് സുധീഷ് മൂളുമ്പോൾ നിധി പതിയെ പറയുകയാണ്, സുധീഷ് വേണ്ടാന്ന് പറ. ഇത് കേട്ട് നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് ഫോണിലൂടെ രാജീവിനോട് പറയുന്നു, മനസ്സിലാവുന്നുണ്ട്, ഞാൻ നിധിയോടൊന്ന് സംസാരിക്കാം. അപ്പൊ രാജീവ് പറയുന്നു, ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങൾ സംസാരിച്ചിട്ട് ഒരു നല്ല തീരുമാനം പറ. ശരിയെന്ന് സുധീഷ് പറയുമ്പോൾ രാജീവ് ഫോൺ കട്ട് ചെയ്യുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്തിനാ നിധി റിസപ്ഷൻ വേണ്ടാന്ന് പറയുന്നേ? നന്നായിരിക്കുമല്ലോ. ഇത് കേട്ട് നിധി പറയണേ, എന്തിനാ സുധീഷ് അതൊക്കെ? നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ വരും, അവരെല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടി വരും, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ സുധീഷേ? അപ്പൊ സുധീഷ് പറയണ, നീ നാട്ടുകാരെയും റിലേറ്റീവ്സിനെയും ഫേസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതുമാത്രമല്ല നിധി, നമ്മൾ രണ്ടുപേരും സൂപ്പർ ആയിട്ട് ഡ്രസ് ചെയ്തൊക്കെ നിൽക്കാം, ഞാൻ സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നിധി ലെഹങ്കയൊക്കെ ഇട്ട് ഒരു 4 മണിക്കൂർ ഒരു ഹീറോയും ഹീറോയിനായും എല്ലാവരുടെയും മുന്നിൽ തിളങ്ങി നിൽക്കാം. അപ്പൊ നിധി പറയണ, അതൊന്നും ശരിയായില്ല സുധീഷേ, അതും എന്റെ നാട്ടിൽ പോയി ഇതൊക്കെ ചെയ്യുന്നത് ക്രൂരതയാ. ഒട്ടും മടിയില്ലാതെ നാട്ടുകാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. എവിടെ വെച്ചാ നിങ്ങൾ കണ്ടത്? എപ്പോഴാ പ്രണയിച്ചു തുടങ്ങിയത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഏത് സ്റ്റേഷനിലാ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചേ? എങ്ങനെയാണ് ആ അച്ഛൻ അംഗീകരിച്ചത്? അങ്ങനെ ഒരുപാട് കഥകൾ അവർക്ക് മുമ്പിൽ പറയേണ്ടി വരും. ഇതൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ തല പൊട്ടുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ
കേട്ടുകൊണ്ടേയിരിക്കും. അവരോടൊക്കെ നമ്മൾ എന്തിനാ മറുപടി പറയാൻ നിൽക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യമാണ് സുധീഷെ. 2 മണിക്കൂറത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഞങ്ങളുടെ റിലേറ്റീവ്സിനെ കുറിച്ചൊന്നും സുധീഷിന് അറിയാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും. സുധീഷ് ചോദിക്കുന്നു, അങ്ങനെയാണോ പറയുന്നത്? അതേന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, എങ്കിൽ നിധിയുടെ അച്ഛനോട് റിസപ്ഷൻ വേണ്ടാന്ന് പറയാം ഞാൻ. ഇത് കേട്ട് നിധി പറയണ, ദയവ് ചെയ്ത് വേണ്ടാന്ന് പറ. അപ്പൊ സുധീഷ് പറയണ, ശരി അങ്ങനെ തന്നെ പറയാം, ഇപ്പൊ തന്നെ സംസാരിച്ചേക്കാന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ എടുത്ത് രാജീവിനെ വിളിക്കുകയാണ്. സന്തോഷത്തോടുകൂടി ഫോൺ അറ്റൻഡ് ചെയ്ത് രാജീവ് പറയുന്നു, പറ സുധീഷേ. അപ്പൊ സുധീഷ് പറയണ, ഞാൻ ഇക്കാര്യം നിധിയുമായി സംസാരിച്ചു. തലയിൽ കവിച്ച് നിധി പതിയെ പറയണ, എന്നോട് സംസാരിച്ചു എന്ന് എന്തിനാ പറഞ്ഞേ? സുധീഷായിട്ട് പറയുന്നത് പോലെ പറഞ്ഞാ പോരായിരുന്നോ? അപ്പൊ സുധീഷ് പറയണ, നിന്നോട് സംസാരിച്ചിട്ട് തീരുമാനം അറിയിക്കാന്നല്ലേ ഞാൻ പറഞ്ഞേ, പിന്നെ ഞാനായിട്ട് പറയുന്നതായിട്ട് എങ്ങനെ പറയാൻ പറ്റും? രാജീവ് ചോദിക്കുന്നു, സുധീഷേ കേൾക്കുന്നില്ലേ? അപ്പൊ നിധി പറയണ, സംസാരിക്ക്. അപ്പൊ സുധീഷ് പറയുന്നു, ഹലോ കേൾക്കുന്നുണ്ട്. അവള് റിസപ്ഷൻ ഒന്നും വേണ്ടാന്നാ പറയുന്നത്, നമുക്കിത് വേണ്ടാന്ന് വെക്കാം. അപ്പൊ രാജീവ് പറയണ, വേണ്ടാന്നാണോ അവള് പറയുന്നത്? വലിയ രീതിയിൽ ഫംഗ്ഷൻ നടത്തുമെന്നായിരിക്കും നിധി ചിന്തിക്കുന്നത്. വലുതായിട്ടൊന്നും വേണ്ട, ചെറുതായിട്ട് അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ച് സിമ്പിളായിട്ട് റിസപ്ഷൻ അവസാനിപ്പിക്കാം. വേണ്ട സുധീഷ് എന്ന് നിധി പതിയെ പറയുമ്പോൾ രാജീവ് പറയണ, അവള് വിചാരിക്കുന്നത് പോലെ ബന്ധുക്കളാരും അവളോട് ഒന്നും ചോദിക്കില്ല, ഞാൻ അക്കാര്യം നോക്കിക്കോളാം. സുധീഷ് പതിയെ നിധിയോട് പറയുന്നു, നിധിയുടെ അച്ഛനും നിധി പറഞ്ഞ കാര്യം തന്നെ പറയുന്നേ. രാജീവ് പറയണ, എങ്ങനെയെങ്കിലും അവളെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്ക്, ഞാൻ റിസപ്ഷനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. ശരി സുധീഷ്, ഞാൻ വെക്കുവാണേ. അങ്ങനെ രാജീവ് ഫോൺ കട്ട് ചെയ്യും. സുധീഷ് പറയണ, ഹലോ ഞാനൊന്ന് പറയട്ടെ. എന്താ പറഞ്ഞതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, വലിയ രീതിയിലുള്ള റിസപ്ഷൻ ഒന്നും വേണ്ട, ചെറിയ രീതി മതി എന്നാ പറയുന്നത്. റിസപ്ഷനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ഫോൺ വെച്ചു. നിധി ചോദിക്കുന്നു, സുധീഷ് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ സുധീഷ് പറയണ, ഫോൺ വെച്ചതിന് ശേഷം ആരോട് പറയാനാ? നമുക്ക് സംസാരിക്കാം. ഇന്നൊന്നും റിസപ്ഷനുള്ള ഏർപ്പാടുകൾ ചെയ്യില്ലല്ലോ. കൂളായിട്ടിരിക്കും നിധി. ഞാൻ വേണമെങ്കിൽ ഒരു തണുത്ത ജ്യൂസും കൂടി മേടിച്ചോണ്ട് വരാം. സുധീഷ് ഒന്ന് മിണ്ടാ നിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് നിധി വിഷമത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ്. നിധിയുടെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയണ, നമുക്ക് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയി ഇതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്താലോ? നിധി ചോദിക്കുന്നു, ആര്? സുധീഷ. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, കണ്ടുപിടിച്ചോ? ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ ഒന്ന് നോക്കിയിട്ട് ജ്യൂസ് കുടിക്കുകയാണ്. തുടർന്ന് വൈകുന്നേരം സന്തോഷത്തോടു കൂടി സംസാരിച്ച ഹോളിലിരിക്കുകയാണ് നിധിയും സുധീഷും ഹരീഷും നികേഷും. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, മോളെ നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പൊ നിധി പറയണ, കുറച്ച് കഴിയട്ടെ സുഭാഷേട്ടാ, വിശക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ? സുധീഷ് പറയുന്നു, ഇല്ല പിന്നെ കഴിക്കാം. അപ്പൊ സുഭാഷ് പറയണ, ശരി. നിധി പറയാൻ മറന്നുപോയി, മോളുടെ അച്ഛൻ വിളിച്ചായിരുന്നു. നിങ്ങൾക്കൊരു റിസപ്ഷൻ നടത്തണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനെ കുറിച്ചാ പറഞ്ഞത്. അപ്പൊ നിധി പറയണ, ഞങ്ങളോടും സംസാരിച്ചായിരുന്നു സുഭാഷേട്ടാ, ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. ഈ സമയം ഭാസ്കറിനും അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു, മോള് വേണ്ടാന്ന് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞു. അച്ഛന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ന്യായമല്ലേ? നമുക്ക് റിസപ്ഷൻ നടത്താം, അതിനെന്താ പ്രശ്നം? അപ്പൊ നിധി പറയണ, വേണ്ട സുഭാഷേട്ടാ, അച്ഛൻ റിസപ്ഷൻ നടത്തുന്നതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. നാട്ടുകാര് മകൾ ഒളിച്ചോടി പോയെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളെ വിളിച്ച് ഒരു റിസപ്ഷൻ നടത്തിയാൽ നാട്ടുകാരുടെ വായ അടപ്പിക്കാൻ പറ്റുമല്ലോ, അതിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ സുഭാഷ് പറയണ, അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് മോളെ. നാളെ മോക്ക് അങ്ങോട്ട് പോകുന്നതിലും പ്രശ്നം ഉണ്ടാകില്ല. അവർക്കും നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരില്ല. റിസപ്ഷനിൽ പോയി നിന്നാ പോരെ. സുധീഷ് വേണ്ടെന്ന് പറഞ്ഞ മോളെ. അപ്പൊ സുധീഷ് പറയണ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സുഭാഷ് ഏട്ടാ, കോട്ടൊക്കെ ഇട്ട് നിൽക്കാൻ ഞാൻ റെഡിയാണെന്നാ പറഞ്ഞു. നിധിയാ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഭാസ്കരൻ പറയണ, മോളെ നിങ്ങൾക്ക് വേണ്ടി ഒരു റിസപ്ഷൻ നടത്തണമെന്ന് മോളുടെ അച്ഛൻ ആഗ്രഹിക്കുന്നു, നടത്തട്ടെന്നേ. എന്താ, നമ്മൾ ഇവിടെ വെച്ച് റിസപ്ഷൻ നടത്തിയില്ലേ? ഈ നന്ദി കെട്ട നാട്ടുകാരെ എല്ലാം വിളിച്ചു വരുത്തി റിസപ്ഷൻ നടത്തി. മോളുടെ അച്ഛൻ തന്റെ മകളുടെ കല്യാണം കഴിഞ്ഞുവെന്ന് നാട്ടുകാരോട് പറയണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. റിസപ്ഷൻ നടത്തട്ടെന്നേ. റിസപ്ഷനില് ബിരിയാണി കാണുമോ? ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുഭാഷ് പറയണ, മോളെ സമ്മതമാണെന്ന് പറ. അപ്പൊ നിധി പറയണ, വേണ്ട സുഭാഷ് ഏട്ടാ, അച്ഛൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതൊന്നും അല്ലല്ലോ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ പിടിവാശി പിടിച്ചതുകൊണ്ടാണ് ഇഷ്ടമില്ലാഞ്ഞിട്ടും സുധീഷുമായിട്ടുള്ള എന്റെ കല്യാണം നടത്തി തന്നത്. വീണ്ടും ഒരു ഫംഗ്ഷനെ കുറിച്ചൊന്നും എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെയല്ല മോളെ, ഈ കല്യാണത്തിന് സമ്മതം അല്ലെങ്കിലും നീ വാശി പിടിക്കുകയും നിന്റെ ആഗ്രഹം ഇതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അത് നടത്തി തന്നില്ലേ? അപ്പൊ ആ മനസ്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം അച്ഛൻ ഏർപ്പാടാക്കുന്ന റിസപ്ഷനിൽ നിങ്ങൾ പോയി നിന്ന് ബന്ധുക്കളോടെല്ലാം നന്നായി സംസാരിച്ചാൽ അത് അച്ഛന് അഭിമാനമുള്ള കാര്യമല്ലേ? നിധി പറയണ, അതല്ല സുഭാഷ് ഏട്ടാ, നമ്മൾ എല്ലാവരും അങ്ങോട്ട് ചെന്നാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്യുമോന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇത്രയും ചെലവാക്കി റിസപ്ഷൻ നടത്തി വേണോ ചെയ്യാൻ? മോള് പറഞ്ഞതുപോലെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും മകള് നന്നായി ജീവിക്കുകയാണെന്ന് കാണിച്ചു കൊടുക്കണം. അച്ഛൻ ഇത്രയൊക്കെ നിർബന്ധിക്കുമ്പോൾ നമ്മളിങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ മോളെ. അപ്പൊ സുധീഷ് പറയണ, അതെ നിധി, കല്യാണം നടക്കുന്നത് വരെ നിധിയുടെ അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഇനി പേടിക്കാനൊന്നുമില്ല, നമുക്ക് നോക്കാം നിധി. ഹരീഷ് പറയണ, സുധീഷൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു റിസപ്ഷൻ നടത്തി. 1 വർഷം കഴിഞ്ഞ വീണ്ടും കല്യാണം കഴിച്ചതുകൊണ്ട് വീണ്ടും ഒരു റിസപ്ഷൻ നടത്തണം. അവിടെ പോയി തിളങ്ങി നിൽക്കാൻ വേണ്ടിയല്ലേ? അങ്ങനെയാണോ സുധീഷ് ഏട്ടാന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഒന്ന് പതറി സുധീഷ് പറയണ, അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ സുഭാഷ് പറയണ, കേട്ടില്ലേ മോളെ, മോൾ എന്താ ചിന്തിക്കുന്നത്?
സുധീഷ് എന്താ ചിന്തിക്കുന്നത്? ഭാസ്കരൻ ചോദിക്കുന്നു, മോളുടെ അച്ഛൻ എന്നാ റിസപ്ഷൻ നടത്താൻ പോകുന്നത്? അപ്പൊ നിധി പറയണ, അച്ഛാ ഞാൻ ഇതുവരെ റിസപ്ഷന് സമ്മതം പറഞ്ഞിട്ടില്ല. ഞാൻ സമ്മതിച്ചാലേ റിസപ്ഷൻ നടത്തും. ഭാസ്കരൻ ചോദിക്കുന്നു, മോൾ ഇതുവരെ സമ്മതിച്ചില്ലേ? ഞാൻ വിചാരിച്ചു സമ്മതം പറഞ്ഞു കാണുമെന്ന്. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി ഒന്ന് സമ്മതിക്ക്, സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പൊ സുഭാഷ് പറയുന്നു, മോളെ നിധി ഒന്ന് സമ്മതിക്ക്. ദേ നോക്ക്, മോള് ചിന്തിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല. ദേ നോക്ക്, മോള് പിടിവാശി പിടിക്കുകയാണെന്ന് മനസ്സിലാക്കി മോളുടെയും സുധീഷിന്റെയും കല്യാണം നടത്തി തന്നില്ലേ മോളുടെ അച്ഛൻ? പറ്റില്ല എന്ന് പറഞ്ഞു പോയില്ലല്ലോ. ഇപ്പൊ മോളോട് അച്ഛൻ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാ. ഇങ്ങനെ നടക്കുവോ അങ്ങനെ നടക്കുവോ എന്നൊക്കെ ആലോചിച്ച് പോയത് വേണ്ട എന്ന് പറയണ്ട. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. മോള് റിസപ്ഷന് സമ്മതമാണെന്ന് പറഞ്ഞേര്. എടാ സുധീഷെ ഒന്ന് പറയടാ. അപ്പൊ സുധീഷ് പറയണ, ഓക്കെ പറ നിധി, വരുന്നിടത്ത് വെച്ച് കാണാം. നിധിയുടെ അച്ഛൻ നമ്മളെ പരിഹസിച്ചാൽ നമുക്കും തിരിച്ച് അച്ഛനെ പരിഹസിക്കാം. എന്താടാ? അപ്പൊ നികേഷ് പറയണ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം സുധീഷേട്ടാ. സുഭാഷ് ചോദിക്കുന്നു, എന്ത് സംസാരമാടാ ഇത്? മുതിർന്നവരെ കുറിച്ച് എങ്ങനെയൊന്നും പറയരുത്. അപ്പൊ സുധീഷ് പറയണ, അങ്ങനെ പറഞ്ഞു കൊടുക്കും സുഭാഷേട്ടാ, എന്റെ അമ്മായിയച്ഛനെ കുറിച്ചാ പറയുന്നത്. അപ്പൊ സുഭാഷ് പറയുന്നു, നീ മിണ്ടരുത്, നീ അല്ലേ തുടങ്ങിയത്. അപ്പൊ നിധി പറയണ, ശരി സുഭാഷേട്ടാ, നിങ്ങളെല്ലാവരും ഇത്രയൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞേക്കാം. ഇത് കേട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു, സുധീഷേട്ടാ റിസപ്ഷനില് സുധീഷേട്ടൻ മാത്രമേ കോട്ടിടാൻ പറ്റത്തുള്ളൂ. അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയൊന്നും ഇല്ലടാ, നിനക്കും കോട്ടിടാം. വേണമെങ്കിൽ നമുക്ക് 4 പേർക്കും സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നിൽക്കാം. അപ്പൊ ഭാസ്കരൻ പറയണ, എടാ 5 പേരെന്ന് പറയടാ, ഞാൻ എന്താ കോട്ടിടില്ലേ? ഇത് കേട്ട് നിധി ചോദിക്കണ, അച്ഛൻ കോട്ടിടാൻ പോവുകയാണോ? അപ്പൊ ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ മോളെ ഞാൻ കോട്ടിട്ടാ കൊള്ളില്ലേ? അപ്പൊ നിധി പറയണ, ആര് പറഞ്ഞു? ഇവരെക്കാട്ടിലും കോട്ടിട്ടാൽ അച്ഛനായിരിക്കും ഹാൻസം. ഇത് കേട്ട് ഭാസ്കരൻ പറയണ, കേട്ടല്ലോ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മോളെ. എല്ലാവരും ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കുകയാണ്. തുടർന്ന് റിസപ്ഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ബെഡിലിരിക്കുകയാണ് സുധീഷും നിധിയും. സുധീഷ് ചോദിക്കുന്നു, നിധി ഒരു റിസപ്ഷനിൽ പോയി നിൽക്കാൻ നീ എന്തിനാ ഇത്രയും പേടിക്കുന്നേ? അതുകൊണ്ട് നിധിയുടെ അച്ഛൻ നല്ലവനാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിന്റെ അച്ഛനെയും ചേട്ടനെയും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ നീ പറഞ്ഞ ഉടനെ നമ്മുടെ കല്യാണം നടത്തി തന്നില്ലേ? അപ്പോ അവര് പറയുന്നത് നമ്മൾ കേൾക്കണ്ടേ? അപ്പൊ നിധി പറയണ, സുധീഷിന് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. എനിക്ക് എന്റെ വീട് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ എന്റെ അച്ഛനെ കുറിച്ചും ചേട്ടനെ കുറിച്ചും അഭിമാനത്തോടു കൂടി സംസാരിക്കുമായിരുന്നു. എന്തിന്? എന്റെ വീട്ടില് ഞാനൊരു പ്രിൻസസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. എനിക്കൊരു പ്രശ്നം വന്നാൽ എന്റെ അച്ഛൻ വരും, ചേട്ടൻ വരും, എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. അവരെല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ അവർ ഒരു റാണിയെ പോലെ നോക്കി. ഞാൻ ആഗ്രഹിച്ചത് പറഞ്ഞപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞോ, അടിച്ചു, എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ആ വീട്ടിലെ ജീവിതം മതിയാക്കി ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ അപ്പൊ പോലും അവരെന്നെ വിടാതെ പിന്തുടരുകയല്ലായിരുന്നു. പിന്നീട് നല്ല ആൾക്കാരെ പോലെ സംസാരിച്ച് നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും മോഷ്ടിച്ചതായി സുധീഷിന്റെ മേൽ പഴിചാരി. സുധീഷിനെ എന്തൊക്കെ ചെയ്തവർ? അപ്പൊ സുധീഷ് പറയണ, നിധി അവരെന്നോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്തതാണ്. നിധിയോട് അവർക്ക് ഒരു ദേഷ്യവും ഇല്ല. അപ്പൊ നിധി പറയണ, അങ്ങനെയല്ല സുധീഷ്, നമ്മൾ രണ്ടുപേരും കൂടി അല്ലേ പോയത്? സുധീഷിനെ കള്ളനാക്കി അവരൊരു ഡ്രാമ നടത്തിയത് ശരിയാണോ? അതൊക്കെ എന്നെ വിഷമിപ്പിക്കുകയുള്ളൂ എന്ന് അവര് മനസ്സിലാക്കണ്ടേ? എപ്പോഴും അവരെ കുറിച്ച് മാത്രമല്ലേ അവര് ചിന്തിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ എന്റെ വീട്ടിൽ നിന്നും ഒരുപാട് അകന്നുപോയി സുധീഷേ. അവരെല്ലാവരെയും കാണുന്നതേ എനിക്ക് പേടിയാ. എനിക്ക് വേണ്ടി ഞാൻ തന്നെ തീരുമാനം എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ വീട്ടുകാര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അവസാനിപ്പിച്ചു. സപ്പോർട്ട് ചെയ്തത് അവസാനിപ്പിച്ചാലും കുഴപ്പമില്ല. അവര് പറയുന്നത് പോലെ ഞാൻ ജീവിക്കണമെന്ന് പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് എന്റെ വീട് കാണുന്നത് തന്നെ പേടിയാ. ഇതെല്ലാം ഞാൻ സുധീഷിനോട് പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെ ജീവിച്ചതാ? ഇപ്പൊ അവരെന്നെ കാണുന്നത് എങ്ങനാ? എല്ലാം ഓർക്കുമ്പോൾ എനിക്ക് ആരുമില്ല, തനിച്ചായി പോയതുപോലെ തോന്നുവാ. അങ്ങനെ നിധി കരയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിധി നീ എന്തായി പറയുന്നേ? അങ്ങനെ നിധിയുടെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയണ, നോക്ക്, ഞാനില്ല നിനക്ക്, ഞങ്ങൾ എല്ലാവരും ഇല്ലേ? അപ്പൊ നിധി പറയണ, അങ്ങനെയല്ല സുധീഷ്, ഇത്രയും വലിയൊരു കുടുംബം ഉണ്ടായിട്ടും അവരിൽ ആരും നമുക്ക് വേണ്ടി നിന്നില്ലെങ്കിൽ ആരും ഇല്ലാത്തതുപോലെയല്ലേ? ഞാൻ എത്ര തവണ അവരെ കാണാൻ പോയി. എനിക്കും ദേഷ്യമില്ലായിരുന്നു. അതിനേക്കാളും മുകളിൽ അവരോട് സ്നേഹം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാ വീണ്ടും വീണ്ടും ഞാൻ അവരുടെ മുന്നിലേക്ക് പോയത്. അവർക്ക് എന്നോടുള്ള സ്നേഹമൊക്കെ എവിടെ പോയി സുധീഷേ? എന്നെ അവര് വെറുക്കാൻ തുടങ്ങി. ആരും എന്നെ മനസ്സിലാക്കിയില്ല. നമ്മുടെ വീടിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ തന്നെ ഭയക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് സുധീഷേ. നിധിയുടെ കവിളിൽ പിടിച്ച് സുധീഷ് പറയുന്നു, നിധി കരയല്ലേ? നിധി കരഞ്ഞുകൊണ്ട് സുധീഷിന്റെ തോളിലേക്ക് ചായുമ്പോൾ വിഷമത്തോടുകൂടി സുധീഷ് പറയുന്നു, അത് വിട് നിധി, എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാ. അവര് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് വരെയാണ് സ്നേഹമൊക്കെ. അവരാഗ്രഹിച്ചതുപോലെ നീ ജീവിച്ചപ്പോൾ റാണിയെ പോലെ നോക്കിയെന്ന് നീ തന്നെ പറഞ്ഞില്ലേ? പക്ഷെ നീ എന്നെ പോലെ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ താല്പര്യവും കാണിക്കില്ല. അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് വലിയ കാര്യമാണ് നിധി, അത് വിട്ടേര്. അങ്ങനെ സുധീഷ് നിധിയുടെ കണ്ണീര് തുടയ്ക്കുകയാണ്. നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, നിധി കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് നിധി ഒരുപാട് മാറിപ്പോയി. നീ നോക്ക്, ഭർത്താവിനെ വിശ്വസിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. നേരത്തെയൊക്കെ ഞാൻ അടുത്തു വരുമ്പോൾ എന്നെ വഴക്ക് പറയുമായിരുന്നു. എനിക്ക് എപ്പോഴോ തുടങ്ങിയ ഫീലിങ്സ് നിധിക്കിപ്പം എന്നോട് തോന്നി തുടങ്ങിയിരിക്കുന്നു. അതോർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാ. പുഞ്ചിരിച്ച് നിധി ചോദിക്കണം, ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. എന്നെ ആദ്യമായി സുധീഷ് എവിടെ വെച്ചാണ്ടേ? സുധീഷ് ചോദിക്കുന്നു, അത് നിധിക്ക് അറിയില്ലേ? ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. നിധി ചോദിക്കുന്നു, എന്റെ വീട്ടിലേക്ക് വണ്ടി ഓടിക്കാൻ വന്നപ്പോൾ കണ്ടതാണോ? അപ്പൊ
അപ്പൊ സുധീഷ് ചോദിക്കണ, അപ്പോഴാണോ ഞാൻ നിന്നെ കണ്ടേ? നീ തിരുവനന്തപുരത്ത് ആ സൂര്യയുടെ ഒപ്പം കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ ആക്സിഡന്റില് നമ്മളെ മീറ്റ് ചെയ്തു. വണ്ടി ഓടിച്ച സൂര്യയുടെ ഭാഗത്താണ് തെറ്റ്, എന്നാൽ ആ ഓസ്ട്രേലിയൻ കങ്കാരു എന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പോ നിധി കാറിൽ നിന്ന് ഇറങ്ങി എനിക്ക് വേണ്ടി സംസാരിച്ചു. ഇയാള് കറക്റ്റ് ആയിട്ടാണ് വന്നത്, നിങ്ങളാണ് തെറ്റായി വന്നതെന്ന് പറഞ്ഞ് സൂര്യയോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേ എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, അതിനുശേഷം ഞാൻ ആ സൂര്യയുടെ വീട്ടിലേക്ക് ഡ്രൈവറായിട്ട് വന്നില്ലേ തിരുവനന്തപുരത്ത് താമസിച്ചപ്പോൾ? അവിടെ നിധി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിധിയെ ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാ തോന്നിയത്. ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഇവിടെ ഉണ്ടല്ലോ എന്നോർത്ത് വീണ്ടും കണ്ടതിലുള്ള സന്തോഷവും പിന്നീട് തക്കലയിലേക്കും വന്നു. പിന്നീട് സൂര്യയുമായിട്ടുള്ള കല്യാണം നിധിക്ക് ഇഷ്ടമല്ലാന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് നിധിയോട് സംസാരിക്കണമെന്ന് തോന്നി. അപ്പൊ നിധി പറയണ, ആ സമയത്ത് സുധീഷ് എന്നോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമായിരുന്നു. മനസ്സിലുള്ളത് ഷെയർ ചെയ്യാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു ആ വീട്ടില്. എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഏട്ടത്തി പോലും അച്ഛന്റെ അമ്മയുടെയും ഭാഗത്ത് നിന്നു. സുധീഷിനോട് സംസാരിക്കുമ്പോഴാണ് എന്റെ മനസ്സിനെ കുറിച്ച് സമാധാനം കിട്ടിയിരുന്നത്. അപ്പൊ സുധീഷ് പറയണ, അറിയാം നിധി, അപ്പൊ നിധിയുടെ അവസ്ഥ എനിക്ക് നന്നായി മനസ്സിലായി. അതുകൊണ്ടാ നിധി അവിടെ നിന്ന് രക്ഷിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പൊ നിധി പറയണ, അതൊക്കെ വിട്, എപ്പോഴാ സുധീഷ് എന്നെ പ്രണയിക്കാൻ തുടങ്ങിയത്? അപ്പൊ സുധീഷ് പറയണ, അത് നിധിയെ കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഒരിക്കൽ കൂടി നിധിയെ കണ്ടപ്പോൾ എനിക്ക് നിധിയോട് പ്രണയമാണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി. നിധിയുടെ കല്യാണമാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ശരി, എനിക്ക് ഭാഗ്യമില്ല, എവിടെയാണെങ്കിലും നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴാ നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്നറിഞ്ഞേ. അപ്പൊ നിധിയോടുള്ള പ്രണയം വീണ്ടും എത്തി നോക്കാൻ തുടങ്ങി. പക്ഷെ അതൊന്നും നിധിയോട് എന്റെ പ്രണയം തുറന്നു പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു എനിക്ക്. എന്നെ അടിച്ചോടിക്കുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നു. നിധിയെ ഞാൻ ആദ്യമായി കണ്ടപ്പോൾ നമ്മുടെ ഹരീഷിനോട് ഞാനത് പറഞ്ഞായിരുന്നു. ഞാനൊരു പെൺകുട്ടിയെ കണ്ടു, എനിക്ക് അവളെ കണ്ട ഉടനെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം നന്നായേനെന്ന് പറഞ്ഞു. ഇന്നിതേ നിധി ഇപ്പം എന്റെ കൂടെയുണ്ട്. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിധി. നുള്ളി നോക്കണമെന്ന് നിധി ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ, നീ എത്ര നുള്ളി നോക്കിയാലും എപ്പോഴും എന്റെ മനസ്സിൽ ഇതുണ്ടായിരിക്കും. നിധി എന്റെ ഭാര്യയായി എന്റെ കൂടെ ജീവിക്കുന്നു. ദേ നോക്ക്, കുളിര് കോരുന്നുണ്ട്. ഇത് കേട്ട് നിധി പൊട്ടിച്ചിരിക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്